ലക്ഷദ്വീപുകാരുടെ ട്രഡീഷണൽ ഫുഡായ കിലാഞ്ചിയും കഴിച്ച് ഇവിടെ ചുറ്റിക്കറങ്ങാൻ സ്പോൺസർ തന്ന സ്കൂട്ടറിൽ നേരെ സ്കൂബ ഡൈവിംഗിന് പോവാണ്. അമ്മത്തി സ്കൂബ ടീമിന്റെ കൂടെയാണ് സ്കൂബക്ക് പോകുന്നത്. സ്കൂബന്റെ ഇൻട്രോഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ബോട്ടിൽ കയറി നേരെ കടലിലോട്ട്. ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ടാണ് സ്കൂബ ചെയ്യുന്നത്. അതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ സ്കൂബക്കുള്ള മാസ്കും എല്ലാം ധരിച്ച് കടലിൽ ഇറങ്ങി. ലക്ഷദ്വീപിൽ വന്നാൽ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നാണ് സ്കൂബ ഡൈവിംഗ്. ഒരു രക്ഷയുമില്ല, അടിപൊളി കാഴ്ചകളായിരുന്നു. ഒരുമിച്ചുള്ള ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് ഇതെല്ലാം സ്കൂബ ടീം തന്നെയാണ് എടുത്തു തരുന്നത്. സ്കൂബ കഴിഞ്ഞ് നേരെ റൂമിലിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഈവനിങ് ഗ്ലാസ് ബോട്ടിൽ കൽപ്പറ്റി ഐലൻഡ് കാണാൻ പോകാനുണ്ട്. സ്കൂബ ചെയ്തത് കൊണ്ട് ഗ്ലാസ് ബോട്ട് യാത്ര അത്ര കൗതുകമായിട്ടും തോന്നിയില്ല. അഗട്ടി ദ്വീപിനോട് ചേർന്നാണ് കൽപ്പറ്റി ദ്വീപ് കിടക്കുന്നത്. ജനവാസമില്ലാത്ത ഒരു ഐലൻഡാണ്. അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറെ ഫോട്ടോയും എടുത്ത് കടൽ പാമ്പും ആമയും അതുപോലെ തന്നെ പലതരം കോറൽസ് ഒക്കെ കണ്ട് അപ്പോഴേക്കും ഇന്ന് രാത്രി ഫിഷ് ഹണ്ടിങ്ങിന് ബുക്ക് ചെയ്തിരുന്നു. അവൾ വിളിച്ചോണ്ടിരിക്കുകയാണ്. ലഗൂൺ ബീച്ചിൽ നിന്നാണ് ഫിഷ് ഹണ്ടിങ്ങിന് പോകുന്നത്. വേഗം ലഗൂൺ ബീച്ചിലെത്തി. അവർ ഞങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹണ്ടിങ്ങിന് കൂടെ നാട്ടിലുള്ള ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. ഇവിടെ എത്തിയതിനു ശേഷമാണ് അവരെ കണ്ടത്. കടലിൽ ഇറങ്ങി ടോർച്ച് അടിച്ച് ഫിഷിനെ കുത്തിപ്പിടിക്കാണ്. അവർ 3 പേരും കുത്തിപ്പിടിക്കാൻ പോയി. ഞാനും മോനും കുത്തിപ്പിടിക്കുന്നത് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ അവരുടെ കൂടെ പിന്നാലെ പോയി. 1 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 10 കിലോ മീൻ കിട്ടി. ചെമ്പലി മാത്രമേ കൂടുതൽ പരിചയമുള്ളതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ മീനുകളാണ്. അങ്ങനെ ഹണ്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഇവർ ഗ്രില്ല് ചെയ്ത് തരും. ബാക്കിയുള്ളതൊക്കെ അവർ ഗ്രിൽ ചെയ്ത് വിൽക്കും. ഞങ്ങൾ 4 പേർക്കുമുള്ള കുറച്ച് ഫിഷ് പറഞ്ഞ് റൂമിൽ പോയി ഫ്രഷ് ആയി വന്നപ്പോഴേക്കും ഗ്രിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നറാണ് ഈ ഫ്രഷ് മീൻ ഗ്രില്ല്.